ഹരേ കൃഷ്ണ. നമ്മൾ ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിലെ ആദ്യത്തെ അധ്യായം ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിച്ചിട്ട് രണ്ടാമത്തെ അധ്യായം ഇന്ന് നമ്മൾ വിചാരം ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു ശ്രമം ഭഗവാനെ അവിടുന്നൊക്കെ വേണ്ട വിധത്തിൽ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട്, ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അഥ ദ്വിതീയോധ്യായഃ. നാരദ ഉവാച വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വൃഥ എന്നാൽ നമ്മൾ പറയില്ലേ വെറുതെ, എന്തിനാ വെറുതെ എന്നുള്ള ഒരു അർത്ഥത്തിൽ വെറുതെ. ഖേദയസേ എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുന്നത്, ഖേദിക്കുന്നത്. ബാലെ, അല്ലയോ ബാലെ. ഇവിടെ ഭക്തിദേവിയെ മകളെപ്പോലെ കണ്ടുകൊണ്ട്, ഒരു കൊച്ചു പെൺകുട്ടിയായി കണ്ടുകൊണ്ടാണ് ശ്രീ നാരദ മഹർഷി ഈ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ഒരു രണ്ടാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 21 ശ്ലോകങ്ങൾ നമുക്കറിയാം ഭക്തിദേവിയുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീ നാരദ മഹർഷിയെ സമീപിച്ചത് അല്ലേ, ആ തൻ്റെ പുത്രന്മാരുടെ വാർദ്ധക്യത്തിൽ നിന്നും മുക്തി നേടുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഭക്തിദേവിക്ക് ഈ ഒരു ദുഃഖസാഗരത്തിൽ നിന്നും മറികടക്കാൻ വേണ്ട ഉപദേശങ്ങൾ ശ്രീ നാരദ മഹർഷി കൊടുക്കുന്നതാണ് ഈ രണ്ടാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 21 ശ്ലോകങ്ങൾ. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ ആ ഉപദേശം കൊടുക്കുമ്പോൾ ഭക്തിദേവിയെ വിളിക്കുന്നത് ബാലെ, അല്ലയോ കുമാരി എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം നമ്മൾ കണ്ടിരുന്നു ഭക്തിദേവി വളരെ ചെറുപ്പമായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. മക്കൾ രണ്ടുപേരും വൃദ്ധാവസ്ഥയിലാണെങ്കിലും അമ്മയായ ഭക്തിദേവി വളരെ ഒരു യൗവനയുക്തയായിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വിളിക്കുകയാണ് അല്ലയോ ബാലെ, അല്ലയോ കുമാരി, അല്ലയോ മകളെ, നീ ഇങ്ങനെ വൃഥാ ഖേദയസേ, എന്തിനാണ് ഇങ്ങനെ വെറുതെ സങ്കടപ്പെട്ടിരിക്കുന്നത്, ഖേദിക്കുന്നത്. അഹോ ചിന്താതുരാ കഥം. അഹോ എന്ന് പറഞ്ഞാൽ കഷ്ടം തന്നെ എന്നുള്ള അർത്ഥത്തിൽ. ചിന്താതുരം, ഇങ്ങനെ ചിന്താതുരയായിട്ട് ഓരോന്ന് വിഷമിപ്പിക്കുന്ന വിധത്തിൽ ചിന്തകളെ വഴിതെളിച്ച് വിട്ടുകൊണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കഥം, അതായത് എന്തിനിങ്ങനെ ചിന്താതുരയായിരിക്കുന്നു, അതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്. അപ്പോൾ വൃഥ, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ വൃഥ, യാതൊരു ഫലവുമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ ചിന്താകുലയായിരിക്കുന്നത് കൊണ്ട്, ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലവും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. മറിച്ച് ഏതൊരു സങ്കടം വരുമ്പോഴും, ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും വികാരത്തിന് അതീതമായി വിചാരം വർത്തിക്കുമ്പോഴാണ് അതിനെ മറികടക്കാനുള്ള ഒരു ഉപാധി നമ്മളിലേക്ക് എത്തിച്ചേരും, നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ദുഃഖിച്ചിരിക്കുന്നതിനേക്കാൾ ശരിയാണ്, ആദ്യം നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പെട്ടെന്നൊരു ദുഃഖമുണ്ടാകും. പക്ഷേ ആ ദുഃഖത്തിൽ തന്നെ ഇങ്ങനെ മുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അതിൽ നിന്നും കരകയറാനുള്ള ഒരു ചിന്ത നമ്മളിൽ നിന്ന് ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഭക്തിദേവിയോട് പറയുകയാണ്, ഇതുകൊണ്ട് എന്തു ഫലമാണ്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെ ചിന്താതുരയായിരിക്കുന്നത്. പകരം അപ്പോൾ അടുത്ത പടി പറഞ്ഞു കൊടുക്കുകയാണ്, ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. പറയാണ് ശ്രീകൃഷ്ണ ചരണാംഭോജം, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരണാംഭോജം, പാദപത്മങ്ങളെ സ്മരിച്ചോളൂ. അതുകൊണ്ടുള്ള ഗുണം എന്താ? ദുഃഖം ഗമിഷ്യതി, ദുഃഖം, നിന്റെ ഈ സങ്കടങ്ങളൊക്കെയും ഗമിഷ്യതി, നശിച്ചോളും, പൊയ്ക്കോളും. അപ്പോൾ ആദ്യം പറഞ്ഞു നീ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ ആ വികാരപരമായിട്ട് ആ ഒരു അവസ്ഥയെ നേരിടുന്നതൊന്ന് മാറ്റിവെച്ച് വിചാരപരമായിട്ട് എങ്ങനെ ആ ഒരു സാഹചര്യത്തെ നേരിടാമെന്നാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് തൊട്ടടുത്ത
വരിയിൽ പറഞ്ഞു, ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര. ആ ഭഗവാന്റെ പാദപത്മങ്ങളെ അങ്ങോട്ട് സ്മരിച്ചോളൂ, പാദപത്മങ്ങളെ ചേർത്ത് വെച്ചോളൂ, നിൻ്റെ എല്ലാ ദുഃഖവും പോയിപ്പോകും. അപ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കും അവസാന വാക്കാണ് ഭഗവാന്റെ പാദാംഭോജങ്ങളെ സ്മരിക്കുക എന്നുള്ളത്, ഭഗവാനെ വിചാരം ചെയ്യുക എന്നുള്ളത്, ഭഗവാനെ വിളിക്കുക എന്നുള്ളത്, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുക എന്നുള്ളത്. നമ്മളൊക്കെ ഈ ഒരു സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും കഴിയുന്നവരാണ്. അഥവാ സുഖദുഃഖങ്ങളുടെ, നമ്മുടെ ഒരു ഗ്രാഫ് എടുത്താൽ സുഖദുഃഖങ്ങൾ ഇങ്ങനെ മുങ്ങിയും പൊങ്ങിയും അലകളായിട്ട് ഇതിൽ രണ്ടിലും നമ്മൾ മുങ്ങുന്നുണ്ട്. സുഖത്തിലും മുങ്ങുന്നുണ്ട്, ദുഃഖത്തിലും മുങ്ങുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഉയർന്നു വരും, അല്ലേ? ഇതേപോലെ ഈ ഒരു സംസാര സാഗരത്തിൽ ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിയിരിക്കുന്ന നമുക്കുള്ള ഒരു ഉപദേശമാണ്. മുങ്ങുമ്പോഴാകട്ടെ അതിൽ തന്നെ അങ്ങനെ മുങ്ങിക്കിടക്കാൻ നോക്കാതെ ഉയർന്നു വരണം. എങ്ങനെ? ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്, ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ പ്രകീർത്തിക്കുന്നതിലൂടെ മാത്രമേ, ഭഗവാന്റെ പാദങ്ങളെ സ്മരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ ദുഃഖത്തിൽ നിന്നും കരകയറാനാവൂ എന്നുകൂടി നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചു തരികയാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി. ഇവിടെ നീ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാം എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇവിടെ പ്രയാസമുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ഇത് ഉള്ള വാക്കുകളൊന്നും കാണുന്നില്ല. എല്ലാം തന്നെയും നമ്മുടെ മലയാളവുമായി സാമ്യമുള്ള വാക്കുകളാണ്. അപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു. ഇനിയും നമ്മൾ ഈ കഴിഞ്ഞ ഒരു അധ്യായം മുഴുവൻ നമ്മൾ ശ്ലോകത്തിൽ എങ്ങനെയാണോ പദങ്ങളെ വിന്യസിച്ചിരുന്നത് അതേപോലെ തന്നെ അർത്ഥം പറയുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. ഇനിയും അങ്ങനെ തന്നെ തുടരാമെന്ന് കരുതുന്നു. എന്നിട്ട് അതിൻ്റെ അന്വയക്രമത്തിൽ അവസാനം പദങ്ങൾ എങ്ങനെയാണ് വരിക എന്നൊന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുന്നു. കാരണം നമ്മൾ പദാനുപദം ഈ പറഞ്ഞ പോലെ ഓരോ ശ്ലോകത്തിലെയും ഓരോ വാക്കിൻ്റെയും അർത്ഥം ഇതേപോലെ ശ്ലോകത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ എടുത്തു പറയുമ്പോൾ കുറേയൊക്കെ നമുക്ക് പല സംസ്കൃത വാക്കുകളും കുറഞ്ഞ പക്ഷം നമുക്ക് ചെറിയ ചെറിയ വാക്കുകളെങ്കിലും കാണുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് ഓർക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ അത് പറഞ്ഞു പോകുന്നത്. ഒടുവിൽ ഈ അധ്യായം മുതൽ അതിൻ്റെ അന്വയക്രമത്തിൽ അഥവാ നമ്മളിപ്പോൾ ഒരു ശ്ലോകം ഒരു കവിത രചിക്കുമ്പോൾ പദങ്ങളെ പലയിടത്തായിട്ട് വിന്യസിച്ചുകൊണ്ടാവും 2 വരി എഴുതുക, അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ വാചകമായി മാറും. അപ്പോൾ കവിത അല്ലെങ്കിൽ ഒരു ശ്ലോകം എന്ന് പറയുമ്പോൾ പദങ്ങളെ വൃത്തത്തിനും ഒക്കെ അനുസൃതമായിക്കൊണ്ട് ഒരു ശ്ലോകത്തിൻ്റെ നിയമാവലി, ശ്ലോകം രചിക്കുന്നതിൻ്റെ നിയമാവലി എന്തൊക്കെയാണോ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വാക്കുകളെ വിന്യസിക്കുമ്പോഴാണ് അതൊരു ശ്ലോകം അല്ലെങ്കിൽ കവിതയായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ ആ ഓർഡറിൽ കൊണ്ടുവരാം, എങ്ങനെ അതിനെ ഒരു വാചകമായിട്ട് കൊണ്ടുവരാം എന്ന് പറയുന്നതാണ് അന്വയക്രമം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്വയക്രമത്തിൽ കൂടി വാക്കുകളെ ഒടുവിലൊന്ന് പറഞ്ഞു തരാം എന്ന് കരുതുന്നു. പദങ്ങളെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം എന്ന് കരുതുന്നു. അർത്ഥം പറയുന്നത് ആ ശ്ലോകത്തിൽ വാക്കുകൾ എങ്ങനെ എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെ പറഞ്ഞു പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതിൻ്റെ അന്വയക്രമം വരുമ്പോൾ ഹേ ബാലേ വൃഥാത്വം ഖേദയസേ അഹോ കഥം ചിന്താതുര ശ്രീകൃഷ്ണ ചരണാംഭോജം സ്മര ദുഃഖം ഗമിഷ്യതി എന്നിങ്ങനെ വരും അതിൻ്റെ പദങ്ങൾ വിന്യസിക്കുമ്പോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് അറിയാനുള്ളത്. ഹരേ കൃഷ്ണ.